Bosco Campus Vision. This is Rani, Assistant Professor, PG, Department of Commerce, Don Bosco College, Kottayam. The last class we discussed a problem relating to secondary distribution and the simultaneous equation method. Today we are going to discuss another method, step method. Today's question is this. Zenith Production Limited has two production departments A and B and three service departments S1, S2 and S3. S1 is timekeeping, S2 is stores and S3 is maintenance. The following are the expenses incurred for the month of January 2014. Production department A, rupees 72,000, B, rupees 48,000. Service department S1 timekeeping rupees 10,000, S2 stores rupees 15,000, S3 maintenance rupees 12,000. The following are other informations relating to the above departments. First one, number of employees, 5 number for S1, 10 numbers for S2, 5 numbers for S3, 10 for department A, 25 for department B. Number of stores requisitions, 12 for department S3, that is maintenance, 48 for department production department A, 110 for production department B. Machine hours, 700 hours for production department A, 720 for department B. Let's start. Step method. Secondary distribution and the step method on. Okay, step ladder method or step method on. Okay, here there are 5 departments, 2 production departments and 3 service department. 2 production department and 3 service department. Okay, about 3 service departments are first one timekeeping, second one stores department, then third one and then maintenance department and repair and maintenance department ആണ്. Okay, അപ്പോൾ 3 സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് സർവീസബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുക്കുക, ദെൻ സെക്കൻഡ് ആൻഡ് തേർഡ്, അങ്ങനെ നമ്മളിതിന് S1, S2, S3. ടൈം കീപ്പിംഗ് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ മോസ്റ്റ് സർവീസബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ടൈം കീപ്പിംഗ് എടുത്തു. നമുക്കിത് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഹെഡ് കൊടുത്തു, 3 ആദ്യം സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് എഴുതി, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് S1 ടൈം കീപ്പിംഗ്, S2 സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ S3 മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് A ആൻഡ് B. ഓക്കെ, ദെൻ സെക്കൻഡ് കോളം ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ ഓവർഹെഡ്സ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ടോട്ടൽ ഓവർഹെഡ്സ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരമുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ടോട്ടൽ ഓവർഹെഡ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം S1 ഹാവ് 10,000 rupees, S2 15,000 rupees, then S3 12,000, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് A 72,000, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് B 48,000. അപ്പൊ ഇത്രയാണ് എന്താണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി പ്രകാരം ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ടോട്ടൽ ഓവർഹെഡ്സ്. ഓക്കെ, അപ്പം ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ്സ് നമ്മൾ എങ്ങോട്ടേക്ക് അലോക്കേറ്റ് ചെയ്യാം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്യുന്ന പ്രോസസ് ആണ് റീഡിസ്ട്രിബ്യൂഷൻ ഓർ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന്റെ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് മെത്തേഡ് ആയിട്ടുള്ള സ്റ്റെപ്പ് മെത്തേഡ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ഇത് ഇത്രയും ക്വസ്റ്റ്യൻ പാർട്ട് തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം. ആദ്യം മോസ്റ്റ് സർവീസബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് S1 ദാറ്റ് മീൻസ് ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡിവൈഡ് ചെയ്യേണ്ടുന്ന പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 10:5:10:25. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയാൽ ഇതിനെ നമ്മൾ ചെറുതാക്കിയതാണ്. 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2:1:2:5, 2:1:2:5. അപ്പൊ ഫസ്റ്റ് വൺ അങ്ങനെ കിട്ടി. Then S2 12:48:110 ആണ്. Then S3 70:72. അങ്ങനെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കാം. മീൻസ് ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്, ഇത് ചെറുതാക്കി. ഓക്കെ, ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കാം, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് 10 ഡിവൈഡ് ബൈ ടോട്ടൽ, 5 ഡിവൈഡ് ബൈ ടോട്ടൽ അങ്ങനെ എടുത്താലും മതി. ഓക്കെ, ദെൻ നോക്കാം. ഫസ്റ്റ് വൺ S1 ടൈം കീപ്പിംഗ് ആണ്, 10,000 ആണ് ടോട്ടൽ. ആ 10,000 നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് കൊണ്ടാണ് അതിന് നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തു. ആ 10,000 എടുത്തു. അത് ആർക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? സെക്കൻഡ് ആയിട്ടുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റ്, മറ്റുള്ള 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നോക്കെ 2,000 ഫോർ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ്, 1,000 ഫോർ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്, 2,000 ഫോർ ഡിപ്പാർട്ട്മെന്റ് A,
5,000 for production department B. That is 2:1:2:5 എന്ന റേഷ്യോയിലാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയാൽ ഇനി നമ്മുടെ അപ്പം ആരുടെ കഴിഞ്ഞു ടൈം കീപ്പിംഗ് തീർന്നു. ഇനി ടൈം കീപ്പിംഗ് ഇതില്ല, ഓവർ ഹെഡുകളില്ല. ടൈം കീപ്പിംഗിന്റെ ഓൾ ഓവർ ഹെഡും മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനുമായിട്ട് ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നു. സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ടോട്ടൽ 15,000 ആയിരുന്നു സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റിനുള്ളത്. അതില് ഇപ്പം സർവീസ് ഡിപ്പാർട്ട്മെന്റ് S1 ദാറ്റ് മീൻസ് ടൈം കീപ്പിംഗ് നിന്ന് എത്ര രൂപയും കൂടെ കിട്ടി, 2,000 കൂടെ കിട്ടി. ഇപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്, 15,000 പ്ലസ് 2,000 ദാറ്റ് ഈസ് 17,000. ക്ലിയർ അല്ലേ? 17,000 എങ്ങനെ കിട്ടിയെന്ന്, 15,000 പ്ലസ് 2,000 ആണ്. ഈ രണ്ട് ഫിഗറും കൂടെ ടോട്ടൽ ചെയ്ത ഫിഗറാണ് 17,000. ഈ 17,000 നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. S2 ഡിവൈഡ് ചെയ്യേണ്ടുന്ന പ്രൊപ്പോർഷൻ പറഞ്ഞിട്ടുണ്ട്. 12:48:110. 12:48:110 നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കേ, നമ്മൾ ആ പ്രൊപ്പോർഷനിൽ 17,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 1,200 മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടി, 4,800 ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എക്ക് കിട്ടി, 11,000 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ബിക്ക് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ മേജർ പോർഷൻ ആർക്കാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ബിക്കാണ് കിട്ടിയിരുന്നത്. 1,200, 4,800, 11,000 അങ്ങനെ നമ്മൾ 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കഴിഞ്ഞു. സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയാൽ 12,000 ഓൾറെഡി ഉണ്ടായിരുന്നു. 1,000 റുപ്പീസ് ഡിപ്പാർട്ട്മെന്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് 1ൽ നിന്ന് കിട്ടി. 1,200 ഡിപ്പാർട്ട്മെന്റ് 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ് 2ൽ നിന്ന് കിട്ടി. അങ്ങനെ നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് 3യുടെ ടോട്ടൽ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത് 14,200 ആണ്. ടോട്ടൽ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്, ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് 3 ദാറ്റ് ഈസ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന് 14,200 ആണ് ടോട്ടൽ ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോട്ടൽ ഓവർ ഹെഡ്സ് ആ S3യെ ആർക്ക് മാത്രമായിട്ട് ഡിവൈഡ് ചെയ്യുക, 2 ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നൊക്കെ ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 142 കിട്ടും അല്ലെ? അപ്പം 14,200 into 70 divided by 142. അപ്പൊ 7,000 കിട്ടും. 14,200 into 72 by 142 കിട്ടും. അപ്പം എത്ര കിട്ടി, 7,200. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഓവർ ഹെഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർ ഹെഡ് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് 7,000 ആണ് ഡിപ്പാർട്ട്മെന്റ് എക്ക്, 7,200 ഡിപ്പാർട്ട്മെന്റ് ബിക്കും കിട്ടി. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഇനി നമ്മൾക്ക് വേണ്ടത് ഇപ്പം ഇവരുടെ അലോക്കേഷൻ നടന്നു കഴിഞ്ഞാൽ അവരുടെ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ ഓവർ ഹെഡ്സും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ടോട്ടൽ ചെയ്യുക. നോക്കിയാൽ 72,000 പ്ലസ് 2,000 പ്ലസ് 4,800 പ്ലസ് ദെൻ 7,000 ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 85,800 ആണ് ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് എ. ദെൻ 48,000 പ്ലസ് 5,000 plus 11,000 plus 7,200 that is 71,200 for production department B. Okay, അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ഇങ്ങനെ ചെയ്ത് നിർത്തുക. നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ നമുക്കൊരു സ്റ്റെപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ ഒന്ന് തീർന്നു. അപ്പോൾ ഇവിടെ എന്ത് തീർന്നു, സർവീസ് ഡിപ്പാർട്ട്മെന്റ് തീർന്നു അല്ലേ? പിന്നെ അടുത്തത് ആരാണ്, സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് വരച്ചു, അതും കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് ഏതാണ്, S3യിലേക്ക് പോയി. S3 ഡിപ്പാർട്ട്മെന്റ് നമ്മൾ കഴിഞ്ഞു അല്ലെ? അതും അലോക്കേറ്റ് ചെയ്തു. ഓരോന്ന് അലോക്കേറ്റ് ചെയ്യുന്നത് വെച്ച് സ്റ്റെപ്പ് ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരിക. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു സ്റ്റെപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതൊരു സ്റ്റെപ്പായിട്ട് തോന്നില്ലേ, നടന്നൊക്കെ നമുക്ക് സ്റ്റെപ്പായിട്ട് തോന്നില്ല. അതുപോലെ അങ്ങനെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ മോസ്റ്റ് സർവീസബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന് ഫസ്റ്റിൽ അലോക്കേറ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ എടുക്കുക, അങ്ങനെ തേർഡ് എടുക്കുക. അങ്ങനെ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ അത്രയും സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് ലാസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുക, സ്റ്റെപ്പ് മെത്തേഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്റ്റെപ്പ് മെത്തേഡ് ക്ലിയർ അല്ലേ? 4 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്പ് മെത്തേഡ്. വളരെ ഈസി മെത്തേഡും ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, വാച്ച് ദ വീഡിയോസ് carefully and try to work the problems. Okay.